ഇനിയും മുഖ്യമന്ത്രിയുടെ അടി കഴിഞ്ഞു. അടുത്തത് കടമ്പ. അടുത്ത ഏറ്റവും വലിയ കടമ്പയാണ് കിടക്കാൻ പോകുന്നത്. മന്ത്രിമാരാരൊക്കെ എന്തോ മന്ത്രിമാരാരൊക്കെയെന്ന് പറയുമ്പോൾ ഇപ്പം ഈ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ സ്വന്തം നോമിനികളുടെ എണ്ണം കൂട്ടണമെന്ന് ആവശ്യപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നൊരു കാര്യം. തങ്ങളുടെ പ്രതിനിധികളെ പരമാവധി മന്ത്രിമാരാക്കുക എന്നുള്ളത് അത് പ്രായോഗികവുമല്ല. അത് കോൺഗ്രസിന്റെ കാര്യം. മുസ്ലിം ലീഗ് എന്തൊക്കെ ചോദിക്കും? മുസ്ലിം ലീഗ് എൻ്റെ ഒരു വിശ്വാസം 5 മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മന്ത്രിമാരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അനൂപ് ജേക്കബ്, CP ജോൺ, ഷിബു ബേബി ജോൺ കേരള കോൺഗ്രസ് രണ്ടുപേരുടെ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഘടകകക്ഷികളുടെ ഉൾപാർട്ടിയിൽ അടി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അവർ തീരുമാനിച്ചിട്ടായിരിക്കും വരുന്നത്. അതെ. പക്ഷേ ഇതിനകത്ത് അടി ഉണ്ടാകാൻ പോകുന്നത് മന്ത്രിസ്ഥാനം വിഭജിക്കുന്നതിനെ ചൊല്ലിയാണ്. വകുപ്പ് ഏതാണ് എന്നുള്ളത് ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ UDF ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ അതിനേക്കാൾ വലുതായിട്ട് വരാൻ പോകുന്നത് കോൺഗ്രസിൽ ആരൊക്കെയാവും മന്ത്രി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ KSCയുടെയും അതും അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയുടെ ആളുകൾ മന്ത്രിയാക്കണമെന്ന് അവർ വാശി പിടിച്ചാൽ ഒരിക്കലും അത് പ്രായോഗികമാകില്ല. കാരണം ഒരുപാട് പരിഗണന, സമുദായ പരിഗണന, ജാതി പരിഗണന, സമുദായം, പിന്നെ എന്താണ് പ്രദേശം തുടങ്ങി ജില്ല, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളില്ലേ. ഇതെല്ലാം കൂടെ കണക്കാക്കിയിട്ടില്ലേ മന്ത്രിയാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് KSCയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയാകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കൂടുതൽ മന്ത്രിമാർക്ക് വേണ്ടി പിടിക്കും. പക്ഷേ ഈ അതൊരു മുഖ്യമന്ത്രിയുടെ ഒരു അവകാശമാണത്, ആരൊക്കെ മന്ത്രിയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരല്ലേ, 10ഉം മറ്റേത് 1ഉം. ഇനിയും മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണ് കഴിഞ്ഞ UDF സർക്കാരിലുണ്ടായിരുന്നത്. അതായത് UDF അവസാനമായിട്ട് അധികാരത്തിലെത്തിയ സമയത്ത് അന്ന് വലിയ വിവാദ വിഷയമായിരുന്നു ഈ മന്ത്രി. അതെ. അപ്പം അതിനകത്ത് അവർ 5 മന്ത്രിമാരെ അവരാവശ്യപ്പെടും. പിന്നെ മുസ്ലിം ലീഗിന് 5 എണ്ണം കൊടുത്താൽ 7 സീറ്റുള്ള ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിയെ കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു 2 മന്ത്രിക്ക് പിടിക്കും. കാരണം ഇപ്പോഴത്തെ മുതിർന്ന നേതാവ് ഇദ്ദേഹമാണ്, നമ്മുടെ മോൻസ് ജോസഫാണ്. ഉണ്ണിയാടനുണ്ട്, P. ജോസഫിന്റെ മകൻ. എന്താണെങ്കിലും P. ജോസഫിന്റെ പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥിതിക്ക്, നിയമസഭ ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ മകൻ ഒരു മന്ത്രിസ്ഥാനം അവർ ആവശ്യപ്പെട്ടിരിക്കും. കാരണം ചീഫ് വിപ്പ് സ്ഥാനത്തിന് ചീഫ് വിപ്പ് കൂടെ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരെ എനിക്ക് തോന്നുന്നത് ഒരു ചീഫ് വിപ്പും ഇതും കൊടുത്ത് വേണേ ഒതുക്കും. അത്രേ ഉള്ളൂ. മറ്റേത് ഈ 5 പേര് ലീഗ് ചോദിക്കുമ്പോൾ അവരെ 5ാം മന്ത്രി എന്ന് പറഞ്ഞിട്ട് ഉള്ളത് മാറ്റിയിട്ട് അവർ ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും ചോദിക്കുക. ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത് നഷ്ടവും സംഭവിക്കില്ല. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുള്ള സംഗതി ഒന്നും അല്ല. ഉപമുഖ്യമന്ത്രി അതൊരു പദവിയാണ്, അത്രയേ ഉള്ളൂ. ആലങ്കാരികം, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത്, നിലവിൽ സതീശനെ ലീഗിന്റെ സമ്മർദ്ദത്താൽ മുഖ്യമന്ത്രിയാക്കി. ഉപമുഖ്യമന്ത്രി കൂടെ അവർ പിടിക്കുമ്പോഴത്തേക്ക് ലീഗ് പൂർണ്ണമായും കേരള ഭരണ കൈയാളി എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. എനിക്ക് തോന്നുന്നു ലീഗുകാർ കുറച്ച് പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. അവരൊരു കാരണവശാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. അല്ലെ, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് വ്യാപകമായിട്ട് കേരളത്തിൽ ഒരു വലിയ ചേരിതിരിവിന് വഴിയുണ്ടാകും, വലിയൊരു വഴിയുണ്ടാകും. ഇതിന്റെ ഗുണഭോക്താക്കൾ പ്രധാനമായിട്ടും BJP ആയിട്ട് മാറുകയും ചെയ്യും. അതൊരു വലിയ അപകടത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പം കോൺഗ്രസിലെ മന്ത്രിമാരാരൊക്കെ? കോൺഗ്രസിൽ എന്തായാലും K. മുരളീധരൻ, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അവർ 2 പേരും ഉറപ്പാണ് മന്ത്രിയാവും. പിന്നെ ഒരാൾ ഉറപ്പിച്ചിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം വളരെ സീനിയറാണ്. അദ്ദേഹം സ്പീക്കറോ മന്ത്രിയോ എന്തായാലും. ഈ 3 പേര് കഴിഞ്ഞാൽ പിന്നെ 7 പേരുടെ ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഈഴവ സമുദായത്തിനൊരു പ്രാതിനിധ്യം. M. ലിജു ആയിരിക്കും മിക്കവാറും അതിലേക്ക് വരിക. വനിതകൾക്കൊരു പ്രാധാന്യം. കുറേ വനിതകളുണ്ട്. അത്രയും വനിതകളുള്ള 9 വനിതകളും കണ്ടു. 9 വനിതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓടിപ്പോൾ അവർ 2 വനിതകളെങ്കിലും മന്ത്രിമാരാണ്. അതെ. പിന്നെ SC/ST അത് AP അനിൽകുമാർ വരും. അത് AP അനിൽകുമാർ. പിന്നെ നമ്മൾ വിട്ടുപോയാളുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയാണല്ലോ ഇതിനകത്തെ മെയിൻ ആള്. അദ്ദേഹം ഇപ്പൊ പിണങ്ങിപ്പോയെങ്കിൽ പോലും അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിലാണ് നമ്മളിപ്പോ ഏറ്റവും കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കിയ കൊള്ളാവുന്ന KC വേണുഗോപാലിനുണ്ട്. പക്ഷെ അദ്ദേഹം വഴങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. അങ്ങനെ വഴങ്ങുന്ന ലക്ഷണം അദ്ദേഹം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ആകെപ്പാടെ ഇതാവും. കാരണം
ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഈ സീനിയോറിറ്റി അനുസരിച്ച് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ ഇത്രയും പേര് വരുമ്പോൾ തന്നെ 4 പേരായില്ലേ. അതെ. അപ്പം ഈ ഇത്രയും പേര് വന്നു കഴിയുമ്പോൾ തന്നെ പിന്നെ ഇതിനകത്ത് 2ാം നിരയെ പരീക്ഷിക്കും. അതിൽ ലിജുവിന് കിട്ടുന്നത് സാമുദായിക പ്രാധാന്യത്തിൻ്റെ പേരിൽ ലിജുവിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടും. പിന്നെ ഉള്ളത് വനിതകളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു സീനിയറാണ് ബിന്ദു കൃഷ്ണയല്ലേ, ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയുണ്ട്. അപ്പം ഷാനിമോൾ ഉസ്മാനെ ആക്കി കഴിഞ്ഞാൽ ഒരു വനിതയുമായി മുസ്ലിം സമുദായത്തിന് കോൺഗ്രസിൽ നിന്നൊരു പ്രാതിനിധ്യം, മുസ്ലിം ലീഗിന് പിന്നെ അത്രയും പേരുള്ളത് അത് ഒരു ഓക്കെ, ഒരാളായി. അപ്പോഴും ബിന്ദു കൃഷ്ണയുടെ സീനിയോറിറ്റി ഇരിക്കുന്നു. പിന്നെ നമ്മുടെ പുതിയ താരങ്ങളിൽ മാത്യു കുഴൽനാടനുണ്ട്, വിഷ്ണുനാഥ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, പി ടി ബൽറാം ഉണ്ട്. അങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട്. പഴകുളം മധു ഇവരെക്കാളൊക്കെ സീനിയറാണ്. അതെ, പാർട്ടിയിൽ സീനിയറാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഈ 10 പേരെ കണ്ടെത്തും എന്നുള്ളതൊരു വലിയ തലവേദനയാവും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ കോൺഗ്രസ് എല്ലാത്തവണയും തലവൻ ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലെ അടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ശരിക്കും അടി നടക്കുന്നത് കോൺഗ്രസിലല്ല, കോൺഗ്രസിൽ മാത്രമല്ല, UDFലും മന്ത്രിസ്ഥാനം വിഭജനത്തെ ചൊല്ലി അടിയുണ്ട്. ഈ 21 മന്ത്രിമാർ കൂടാൻ പറ്റത്തില്ലല്ലോ. സ്പീക്കർ വേണ്ടേ? സ്പീക്കർ കോൺഗ്രസിന് തന്നെ ആയിരിക്കുമല്ലോ. സ്പീക്കറായിട്ട് ശക്തൻ തന്നെ തുടരുമോ? ശക്തൻ സ്പീക്കർ നേരത്തെ സ്പീക്കർ ആയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഡെപ്യൂട്ടി സമുദായ പ്രാതിനിധ്യവും ഒരു പ്രശ്നമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം KK രമയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ നൽകേണ്ടി വരും. അപ്പൊ എന്താണെങ്കിലും ഇതിനെ ചൊല്ലിയായിരിക്കും ഇനി ഈ മന്ത്രിമാരെ. ഇപ്പം നമ്മളൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ 11 ദിവസം എടുത്തു. ഇനി ഈ മന്ത്രിമാരെ കണ്ടെത്താൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയും ഘടകകക്ഷി നേതാക്കളും മാത്രം അന്ന് സത്യപ്രതിജ്ഞാനാണ് സാധ്യത. അതാണ്. എന്താണെങ്കിലും നമ്മൾ ഈ കോൺഗ്രസിലെ അലയൊലികൾ അടങ്ങാൻ പോകുന്നില്ല. ഇത് തുടരുക തന്നെ ചെയ്യും. ഇത് എന്നാണ് ഇനി ഇവരിതെല്ലാം കൂടെ ഒന്ന് അവസാനിപ്പിച്ചതിന് ശേഷം ശരിക്കും ഒരു ഭരണം തുടങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചോദ്യം.